ഒരു കുട്ടിയിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കണ്ടാൽ ഉടനെ നമ്മൾ അത് സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ ഇന്ന് വന്ന ഒരു കുട്ടിയുടെ പാരന്റ് ചോദിച്ചൊരു സംശയമാണ്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തെ 4 ഗ്രേഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്രേഡ് എന്ന് പറയുന്നത് 25% വരെ വളർച്ചയുള്ളതിനെ നമ്മൾ ഫസ്റ്റ് ഗ്രേഡായി, 50-ൽ താഴെ നിൽക്കുന്നതിനെ സെക്കൻഡ് ഗ്രേഡായി, 75 വരെയുള്ളതിനെ തേർഡ് ഗ്രേഡായും, അതിന് മുകളിൽ വളർച്ച ഉണ്ടെങ്കിൽ അതിന് ഫോർത്ത് ഗ്രേഡായും തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 3 ഗ്രേഡിൽപ്പെട്ട കുട്ടികളെയും നമുക്ക് വളരെ ഈസി ആയി തന്നെ കൃത്യമായ ഒരു ഹോമിയോപ്പതി ചികിത്സയിലൂടെ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനും അതിന് കാരണമായ അലർജി മാറ്റിയെടുക്കാനുമെല്ലാം വളരെ ഈസിയായി സാധിക്കാറുണ്ട്. അതേസമയം ഫോർത്ത് ഡിഗ്രി 75%-ലും കൂടുതൽ വളർച്ചയുള്ള അഡിനോയിഡ് ഗ്രന്ഥി ആണെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ പരിഗണിച്ച് വേണം സർജറിയിലേക്ക് പോകാൻ. പലപ്പോഴും മൂക്കിലൂടെയുള്ള ശ്വാസം തീരെ കിട്ടാതിരിക്കുകയും അടിക്കടി ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെവിയിലേക്കെല്ലാം ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയെല്ലാം കാണാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ തുടക്കത്തിൽ മരുന്നിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയ ശേഷം മാത്രമാണ് സർജറിയിലേക്ക് പോകുന്നത്. പല കുട്ടികളും മരുന്നിനോട് വളരെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയും അസുഖം കൃത്യമായി മാറ്റിയെടുക്കുകയും ചെയ്യാറുണ്ട്. അതിന് സാധിക്കാത്ത വളരെയധികം വളർച്ചയുള്ള കുട്ടികളിൽ മാത്രമാണ് സർജറി നിർബന്ധമായി വരുന്നത്.